വിലക്കയറ്റം രൂക്ഷമായിട്ടും വിപണി ഇടപെടലിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സപ്ലൈകോയുടെ 50-ാം വാർഷികത്തിൽ സർക്കാർ അതിന്റെ അന്തകരായി മാറിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിലക്കുറവാണെന്ന് പറഞ്ഞ ഭക്ഷ്യമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി വിപണി ഇടപെടലിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിച്ചു. സംസ്ഥാനത്തെ അതിരൂക്ഷമായ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. സകല മേഖലകളിലും വില കയറിയിട്ടും സർക്കാർ മൗനം പാലിക്കുകയാണെന്നും ഹെലികോപ്റ്ററിന് കൊടുക്കുന്ന വാടകയെങ്കിലും ഉച്ചഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചൂടെയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ. ഇനി മത്സ്യത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മത്തിയുടെ വില ഇപ്പൊ എത്രയാ സാർ? 300 രൂപയിലധികമായി ഇന്ന് 1 കിലോ മത്തിയുടെ വില മാറിയിട്ടുണ്ട് സർ. സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സർ. ചിക്കന് 170 രൂപ. ഇവിടെ 85 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മന്ത്രി നിയമസഭയിൽ ഉണ്ടായിരുന്നു സർ. ഇപ്പൊ 85 രൂപയ്ക്ക് ചിക്കന്റെ കാല് പോലും കിട്ടാത്ത അവസ്ഥയിലായി. കേന്ദ്ര സർക്കാർ നയങ്ങളാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സാമ്പത്തിക പ്രതിസന്ധി വിപണി ഇടപെടലിനെ ബാധിച്ചുവെന്നും മന്ത്രി തുറന്നു സമ്മതിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയങ്ങൾ മാറാതെ വിലക്കയറ്റം കുറയ്ക്കാൻ അല്ലെങ്കിൽ വിലക്കയറ്റം ഒഴിവാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം. ഗവൺമെന്റ് എല്ലാ മേഖലയും നടത്താൻ പരിശ്രമിക്കുന്നുണ്ട്. അതിനനുസരിച്ച് സാമ്പത്തികമായ പ്രയാസങ്ങൾ കുറച്ച് നമ്മെ ബാധിച്ചു എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്, അത് തർക്കിക്കുന്നൊന്നുമില്ല. പല സാധനങ്ങൾക്കും ഹോർട്ടികോർപ്പിലെ വില പൊതുവിപണിയേക്കാൾ കൂടുതലാണെന്ന് പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് സപ്ലൈകോയുടെ 50-ാമത്തെ വർഷം അതിന്റെ അന്തകരായി മാറിയ സർക്കാർ എന്നാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം.